ചെയ്യണം കർക്കിടക മാസത്തിൽ നമ്മൾ ആരോഗ്യമുള്ള ഭക്ഷണം കഴിക്കണം. ഓക്കെ വാ വാ വാ. കർക്കിടക മാസമാണ് ഇതില്ലേ, ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാകുന്നൊരു സമയമാണ്. അതുകൊണ്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഏറ്റവും ബൂസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഞാൻ കർക്കിടക്കഞ്ഞി ഉണ്ടാക്കി കുടിക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷെ അന്ന് കിട്ടിയില്ല. അതുകൊണ്ട് കർക്കിടകത്തിൽ ഉപയോഗിക്കുന്ന പ്രത്യേക പ്രോട്ടീൻ അന്ന് കഴിക്കുന്നു. ഓക്കെ, എവിടെ ബാപ്പുജി നമ്മുടെ പ്രോട്ടീൻ? ഇതാണ് നമ്മുടെ പ്രോട്ടീൻ. നമ്മുടെ സഹോദരിമാർക്കും ഇവിടെ ഉണ്ട്, എല്ലാവരും ഓർക്കൊന്ന് ഷെയർ ചെയ്യാണ്. നല്ല കിടലൻ പ്രോട്ടീൻ മിക്സ് ചെയ്തിട്ട് എൻ്റെ കിട്ടുന്നില്ല, തുറക്കുന്നില്ല. കർക്കിടക പ്രോട്ടീൻ ഇങ്ങനെ ഉണ്ടയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 3 എണ്ണം ഞാൻ കഴിക്കാം. 3 എണ്ണം നമുക്ക് ഇവർക്ക് ഷെയർ ചെയ്യാം. അവിടെ ബാപ്പുജി 3 എണ്ണം അല്ല, ഹാഫ് വെച്ചിട്ട് ഇവർ ഷെയർ ചെയ്യട്ടോ. ഓക്കെ, അപ്പോൾ 3 എണ്ണം വേണം നിർബന്ധമല്ല, പക്ഷെ ഞാനിപ്പോൾ 3 എണ്ണം കഴിക്കണ്ടേ, ഞാൻ രാത്രി പിന്നെ ഒന്നും കഴിക്കില്ലല്ലോ. അത് നിങ്ങൾ രണ്ടാളും ഷെയർ ചെയ്യും, നിങ്ങൾ രണ്ടാളും ഷെയർ ചെയ്യും. നമ്മൾ ഷെയർ ചെയ്ത് കഴിക്കാമെന്നാണല്ലോ. എന്നാൽ ബാപ്പുജി ഇത് നിങ്ങൾ ഷെയർ ചെയ്യും, സാലി സിസ്റ്റർക്കും കൊടുത്തോളൂ. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് അറിയാം, കർക്കിടക മാസത്തിൽ നമ്മുടെ പ്രതിരോധ ശക്തി പവർഫുൾ ആവണമെന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. ഒരുപാട് ജലജന്യ രോഗങ്ങൾ, ഒരുപാട് വൈറൽ ഫീവറുകൾ, ഇതൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും നമ്മളെ പൂർവികർ കർക്കിടക മാസത്തിൽ പ്രത്യേകം ഭക്ഷണം പ്രൊമോട്ട് ചെയ്തത് അല്ലേ. കർക്കിടക്കഞ്ഞി നമ്മൾ അടുത്ത ദിവസം ഉണ്ടാക്കി കുടിക്കും. ഞാൻ കർക്കിടക്കഞ്ഞി ഇനി ഇവിടുന്ന് വാങ്ങിക്കൊണ്ടുവരും, സിസ്റ്റർ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മുരിങ്ങയിലയും കർക്കിടത്തിൽ നല്ല ഭക്ഷണമാണ്, മനസ്സിലായില്ല. ആരും മുരിങ്ങയില അവോയ്ഡ് ചെയ്യണ്ട, കാരണം നമുക്ക് ഒരുപാട് പ്രതിരോധം വേണ്ടൊരു സമയമാണ്. തിന്നരുത് എന്ന് പറഞ്ഞിട്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇന്നത്തെ കാലത്ത് അത് കഴിക്കാം. ഓക്കെ, ഉലുവ കഴിക്കാം, ഇഞ്ചി കഴിക്കാം, മഞ്ഞൾ കഴിക്കാം, ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യുന്ന എന്തും കഴിക്കാം. വൈറ്റമിൻ സി അടങ്ങിയ സംഭവങ്ങൾ കഴിക്കാം. പ്രോട്ടീൻ പൗഡറിൽ ഇതിലെല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഇതെല്ലാ ആയുർവേദ ചേരുവകളും ചേർന്ന സംഭവമാണ്. ഇതിൽ എള്ളുണ്ട്, എള്ളുണ്ടാന്ന് പറഞ്ഞുള്ളത്. അപ്പം നമ്മളെ ഈ വാതരോഗങ്ങളൊക്കെ ഏറ്റവും ശക്തമാവുന്നത് ഈ ഒരു സമയത്താണ്. അതുപോലെ ചെറിയ പനി, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഈ സമയത്ത് വരും. അതുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ നല്ലൊരു വൈറ്റമിൻ അടങ്ങിയ ഭക്ഷണം നമ്മൾ കഴിക്കൽ നിർബന്ധമാണ്. പ്രത്യേകിച്ച് ഈ സമയത്ത് ഉണ്ടാകുന്ന മറ്റൊരു ഫംഗൽ രോഗങ്ങൾ, തൊലിയിലുണ്ടാകുന്ന ഫംഗൽ രോഗങ്ങൾ, അതും കർക്കിടക മാസത്തിൽ കൂടുതലായിട്ട് കാണാറുണ്ട്. കാരണം നമ്മുടെ ശരീരത്തിലൊക്കെ എപ്പോഴും ഈർപ്പം നിറഞ്ഞൊരു അവസ്ഥയാണല്ലോ ഉണ്ടാവുക. അതുകൊണ്ട് അല്ലേ, ഇൻഫ്ലുവൻസ് ആണ് ഏറ്റവും കൂടുതൽ ശക്തമായിട്ടുള്ളത്. കാരണം H1N1 പോലത്തെ ഇൻഫ്ലുവൻസുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഭക്ഷണം കർക്കിടക മാസത്തിൽ നമ്മൾ ഫോളോ ചെയ്യണം. ഓക്കെ, കർക്കിടക മാസത്തിൽ പിന്നെ നമ്മൾ വെള്ളം കുടിക്കാൻ മറന്നു പോരുത് കേട്ടോ. വെള്ളം കുടിക്കാമെന്ന് മാത്രമല്ല, വെള്ളം നല്ല തിളപ്പിച്ചാറിയതേ കഴിക്കാൻ പാടുള്ളൂ. കാരണം കർക്കിടക മാസത്തിൽ നമുക്കറിയാം പ്രളയവും മറ്റുമൊക്കെ ബാധിച്ചുകൊണ്ട് നമ്മുടെ വെള്ളം ഏറ്റവും അശുദ്ധമായിരിക്കും. അതിനെ ചൂടാറിയിട്ട് തന്നെ കഴിക്കാൻ നോക്കാം. പിന്നെ വെള്ളം കുടിക്കാനുള്ളൊരു പ്രേരണ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഉണ്ടാവില്ല, കാരണം പ്രത്യേകിച്ച് ദാഹമൊന്നും ഉണ്ടാവില്ലല്ലോ. എന്നാലും നമ്മൾ വെള്ളം നന്നായിട്ട് കുടിക്കണം. പറയുന്നത് എന്താണ്, ആട്ടിൻ സൂപ്പ് കുടിക്കണം എന്നാണല്ലേ. ഓക്കെ, നമുക്ക് കുടിക്കാം. അങ്ങനെ നമ്മൾ ആട്ടിൻ സൂപ്പിനെ കുറിച്ചും ഒരു വീഡിയോ ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, ആട്ടിൻ സൂപ്പിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ഉണ്ടാക്കും. കർക്കിടക മാസത്തിൽ നമ്മളെപ്പോഴും മധുരം കുറച്ച് ഭക്ഷണം കഴിക്കുന്നതാണല്ലേ കേട്ടോ. കാരണം നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റ് ആക്കും. പിന്നെ ഞാൻ സ്ഥിരം കഴിക്കാറുള്ള മുസ്ലി, നമ്മളെ കർക്കിടക്കഞ്ഞി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കഴിക്കാം. പിന്നെ മഞ്ഞളും ഇഞ്ചിയും. എന്തായാലും കർക്കിടക മാസം അസുഖങ്ങൾ വന്ന് കുളമാവുന്നൊരവസ്ഥ ഉണ്ടാവരുത്. വേണം. ഓക്കെ, നന്നായി കഴിച്ചാൽ കർക്കിടക മാസം ടോക്ക് കൊടുക്കണം എല്ലാവരും.